എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ പറയുന്ന സാധാരണ വാക്കുകൾക്ക് എന്തുമാത്രം ശക്തിയുണ്ടെന്ന്? അതെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്, നമ്മുടെ സംസാരത്തിന്റെ ആ ഒരു സ്വാധീനത്തെപ്പറ്റി. അപ്പോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയുടെ മധുർ ഔർ സാർഗർഭിത് സംഭാഷൺ എന്ന ഹിന്ദി പുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ്. സംസാരം എന്ന കലയെക്കുറിച്ച് വളരെ സിമ്പിളായി പക്ഷേ വളരെ ആഴത്തിൽ പറഞ്ഞു തരുന്ന ഒരു അടിപൊളി പുസ്തകമാണിത്. ഇപ്പോ ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ നാവിന് ഒരേ സമയം നല്ല കാര്യങ്ങൾ സൃഷ്ടിക്കാനും അതേസമയം എല്ലാം തകർത്തുകളയാനും കഴിയും. ഇതൊരു വല്ലാത്ത ശക്തി തന്നെയല്ലേ? അപ്പോ ഇത് ശരിക്കും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാല് ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഇതാണ്: നമ്മുടെ എല്ലാവരുടെയും നാവില് ഒരേ സമയം അമൃതുമുണ്ട്, വിഷവുമുണ്ട്. നല്ല വാക്കുകൾ ഒരു അമൃത് പോലെയാണ്, അല്ലേ? അത് മറ്റൊരാളെ സന്തോഷിപ്പിക്കും, മുറിവുണക്കും. പക്ഷെ ആ വിഷം പുറത്തു വന്നാലോ, അത് ആഴത്തിൽ മുറിവേൽപ്പിക്കും, ചിലപ്പോൾ ബന്ധങ്ങൾ പോലും തകർത്തുകളയും. ഇവിടെ നോക്കൂ, ഈ രണ്ടുതരം സംഭാഷണങ്ങളും തമ്മിലുള്ള വ്യത്യാസം എത്ര വലുതാണെന്ന്. വിഷം പോലെയുള്ള വാക്കുകൾ ആദ്യം ദോഷം ചെയ്യുന്നത് ആർക്കാണെന്നറിയാവോ? അത് പറയുന്ന ആൾക്ക് തന്നെയാണ്. അവരുടെ അന്തസ്സാണ് ആദ്യം പോകുന്നത്. നേരെ മറിച്ച് അമൃതുപോലുള്ള വാക്കുകൾ പറയുന്ന ആൾക്ക് ഒരു പ്രത്യേക സന്തോഷം നൽകും, കേൾക്കുന്നയാൾക്ക് സമാധാനവും. എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ദൈവം അല്ലെങ്കിൽ പ്രകൃതി നമുക്ക് രണ്ട് ചെവിയും ഒരു വായും തന്നത് എന്തിനാണെന്ന്? അതിന്റെ പിന്നിലൊരു സിമ്പിൾ ലോജിക്കുണ്ട്: കൂടുതൽ കേൾക്കുക, കുറച്ച് സംസാരിക്കുക. അതായത് നമ്മൾ കേൾക്കുന്നതിന്റെ പകുതി മാത്രം സംസാരിച്ചാൽ മതി, ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രം. ശരി, നല്ല വാക്കുകളെപ്പറ്റി നമ്മൾ സംസാരിച്ചു. ഇനി നമുക്ക് കാര്യത്തിന്റെ മറ്റേ വശം കൂടി നോക്കാം. ഈ നിയന്ത്രണമില്ലാത്ത പരുഷമായ സംസാരം കൊണ്ട് എന്ത് ദോഷമാണുണ്ടാകുന്നത്? ഈ വിഷം നിറഞ്ഞ വാക്കുകൾ ആദ്യം ദോഷം ചെയ്യുന്നത് നമ്മൾക്ക് തന്നെയാണെന്ന് പറയുമ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നോക്കൂ, ഒരു മോശം വാക്ക് 3 രീതിയിലാണ് ദോഷം ചെയ്യുന്നത്. 1, അത് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും വിഷമയമാക്കും. 2, അത് നമ്മുടെ വീട്ടിലും ബന്ധങ്ങളിലും പ്രശ്നങ്ങളുണ്ടാക്കും. പിന്നെ 3-മത്തത്, ഒരു അമ്പെയ്താൽ അത് തിരിച്ചു വരുന്നതുപോലെ ആ ദോഷം അവസാനം നമ്മളിലേക്ക് തന്നെ തിരിച്ചെത്തും. ഇവിടെയാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ദേഷ്യത്തിൽ ഒരു വാക്ക് പറയുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ ഒരു ഭൂകമ്പം പോലെയാണ് പ്രവർത്തിക്കുന്നത്. ആ വാക്ക് പുറത്തുപോയി മറ്റൊരാളുടെ ചെവിയിലെത്തും മുൻപേ അത് നമ്മുടെ സ്വന്തം സമാധാനത്തെയാണ് ഇല്ലാതാക്കുന്നത്. അതായത് നമ്മൾ തന്നെയാണ് അതിന്റെ ആദ്യത്തെ ഇര. ഓർക്കേണ്ട കാര്യമാണല്ലേ? അതിനൊരു ബൂമറാങ് എറിയുന്നതുപോലെ ചിന്തിച്ചാൽ മതി. നമ്മൾ പറയുന്ന ഓരോ മോശം വാക്കും ഒരു നെഗറ്റീവ് എനർജിയാണ്. അത് ഈ പ്രപഞ്ചത്തിലൂടെയൊക്കെ കറങ്ങിത്തിരിഞ്ഞ് പലയിടത്തും പ്രശ്നങ്ങളുണ്ടാക്കി അവസാനം എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ, അതായത് നമ്മളിലേക്ക് തന്നെ കൂടുതൽ ശക്തിയോടെ തിരിച്ചുവരും. അപ്പൊ ശരി, ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇതിനൊരു പരിഹാരമില്ലേ? തീർച്ചയായും ഉണ്ട്. നമ്മുടെ സംസാരത്തെ, നമ്മുടെ വാക്കുകളെ ഒരുതരം ആരാധനയായി അല്ലെങ്കിൽ ഒരു വേർഷിപ്പായി എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. മഹാനായ സന്ത് വിനോബ ഭാവെ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, എന്റെ സംസാരം മറ്റുള്ളവരെ കാണിക്കാനല്ല, അത് എനിക്കു വേണ്ടിയുള്ള ഒരു ജപമാണെന്നാണ്. അതായത് നമ്മൾ നല്ല കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അത് വെറുതെ പറയുകയല്ല, നമ്മളത് സ്വയം കേട്ട് നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കുകയാണ്. അതൊരു തരം മെഡിറ്റേഷൻ പോലെ, സ്വയം നന്നാകാനുള്ള ഒരു വഴി. നമ്മൾ വിചാരിക്കും സംസാരം വായിൽ നിന്നല്ലേ വരുന്നതെന്ന്. പക്ഷെ അങ്ങനെയല്ല. അതിന്റെ വേരുകൾ നമ്മുടെ നാഭിയിൽ നിന്നാണ് തുടങ്ങുന്നത്. നമ്മുടെ ശരീരം മുഴുവൻ അതിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയം, ശ്വാസം, നമ്മുടെ ഉള്ളിലെ മുഴുവൻ എനർജിയും ആ വാക്കുകളിലൂടെയാണ് പുറത്തുവരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ സംസാരിക്കുമ്പോൾ വെറും വാക്കുകളല്ല പുറത്തുവരുന്നത്, നിങ്ങളുടെ വ്യക്തിത്വം തന്നെയാണ്. നിങ്ങളുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് നിങ്ങളുടെ വാക്കുകളിൽ വ്യക്തമായി കാണാൻ പറ്റും. സന്തോഷമായാലും സങ്കടമായാലും ദേഷ്യമായാലും എല്ലാം. അപ്പോ ഈ ഒരു കലയില് എങ്ങനെയാണ് നമുക്ക് മാസ്റ്ററാകാൻ പറ്റുക? നമ്മുടെ നാവിനെ ഒരു തപസ്സുപോലെ എങ്ങനെ നിയന്ത്രിക്കാം? അതിനുള്ള ചില പ്രാക്ടിക്കൽ സ്റ്റെപ്പുകൾ നമുക്കിനി നോക്കാം. ഇതിന് 4 വഴികളാണുള്ളത്. 1, കൂടുതൽ കേൾക്കുക. കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയിട്ട് മാത്രം സംസാരിക്കുക. 2, സംസാരിക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുക, ഞാനിത് പറയണോ, ഇതുകൊണ്ട് ആർക്കെങ്കിലും നല്ലതുണ്ടാവുമെന്ന്. 3, മൗനം പരിശീലിക്കുക. മിണ്ടാതിരിക്കുന്നതും ഒരു വലിയ ശക്തിയാണ്. 4-മത്തെ പോയിന്റ്, നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ ഉയർത്താനും അവർക്ക് ആശ്വാസം നൽകാനും ഉപയോഗിക്കുക. പണം കൊടുക്കുന്നതിനേക്കാൾ വലിയ സഹായമാണ് ചിലപ്പോൾ ഒരു നല്ല വാക്ക്, അല്ലേ? ഋഗ്വേദത്തിൽ ഇതിനെക്കുറിച്ച് വളരെ മനോഹരമായി പറയുന്നുണ്ട്. എവിടെയാണോ അരിച്ചുപെറുക്കി ചിന്തിച്ച് സംസാരിക്കുന്നത്, അവിടേക്ക് ഐശ്വര്യവും വിജയവുമൊക്കെ ഒഴുകിയെത്തും.
എങ്ങനെയാണോ തേൻ കാണുമ്പോൾ തേനീച്ചകൾ വരുന്നത് അതുപോലെ. അപ്പോൾ നമ്മൾ ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. നമുക്കിത് ഒരു പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം. നമ്മുടെ സംസാരത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു പ്രാർത്ഥന. ഉപനിഷത്തുകളിൽ നിന്നുള്ള മനോഹരമായ ചെറിയൊരു പ്രാർത്ഥനയാണിത്. ജിഹ്വാ മേ മധുമത്തമാ. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: എന്റെ നാവ് എപ്പോഴും ഏറ്റവും മധുരമുള്ളതായിരിക്കട്ടെ. ഒരുപക്ഷേ ഇതായിരിക്കണം നമ്മുടെ എല്ലാം സംസാരത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം. അപ്പോ ഇതിൽ നിന്നുള്ള ഏറ്റവും വലിയ പാഠമെന്താണ്? നമ്മുടെ വാക്കുകൾ നമ്മുടെ റിയാലിറ്റിയെ തന്നെ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് നമ്മൾ പറയുന്ന ഓരോ വാക്കും ബോധപൂർവമായിരിക്കണം. അതൊരു പ്രാർത്ഥന പോലെയാകട്ടെ. കാരണം നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ഈ പ്രപഞ്ചത്തിൽ എവിടെയൊക്കെയോ മാറ്റൊലികൾ സൃഷ്ടിക്കുന്നുണ്ട്. എപ്പോഴും ഓർക്കുക,